ഈ കറണ്ട് കട്ട് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാണ്. പിന്നെ ഒന്ന് വെളുത്തപ്പോൾ കറണ്ട് വന്നു, അതിനുശേഷം ദാ ഇപ്പോൾ വീണ്ടും പോയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ തന്തയ്ക്കല്ല അതുക്കും മേതെയാണ് ഇപ്പോൾ മലയാളികൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ KSEB ഗടാഗടിയനായിട്ടുള്ള ബില്ലിങ് തരുമ്പോൾ ഒരു നയാ പൈസ പോലും കുറയ്ക്കാതെ കൃത്യമായി പൈസ ഇല്ലെങ്കിലും എവിടെന്നെങ്കിലും കടം വാങ്ങിയെങ്കിലും അടയ്ക്കുന്ന മലയാളികൾക്ക് കൃത്യമായി കറണ്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഈ സംസ്ഥാന സർക്കാരിനുണ്ട്. വളരെ കാര്യക്ഷമമായ സംസ്ഥാന സർക്കാരാണ് എന്ന് വീമ്പ് പറയുന്ന ഇവർ ഇപ്പോൾ പറയുന്ന ന്യായീകരണം ഇങ്ങനെയാണ്: ചൂട് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾ ഒരുപാട് ഉപയോഗിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ സ്വന്തമായി കറണ്ട് ഉൽപാദനമില്ല, അതുകൊണ്ട് നമുക്ക് ലോഡ് ഷെഡിങ് വരേണ്ട ആവശ്യമുണ്ട് എന്നാൽ നമ്മളുടെ ഈ വളരെ മികച്ചത് എന്ന് അവർ തന്നെ പറയുന്ന സംസ്ഥാന സർക്കാരിന് ഒരു ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വളരെ മികച്ച ഒരു സംസ്ഥാന സർക്കാർ ആകുമ്പോൾ ഭാവിയിൽ ചൂട് കൂടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ ജനങ്ങൾ കറണ്ട് ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, കൂടുതൽ കറണ്ട് ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ബദൽ മാർഗം എന്തൊക്കെ സ്വീകരിക്കാം എന്നൊക്കെ പഠിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇവിടുത്തെ KSEB എന്ന് പറയുന്ന ഒരു വിഭാഗം ഉള്ളത്. അതിന്റെ തലപ്പത്ത് ഒരു മന്ത്രിയും ഉണ്ട്. ആ മന്ത്രിക്കാണെങ്കിലോ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല, നോക്കാനുമില്ല, കാണാനുമില്ല. സെക്രട്ടറിമാർ പറഞ്ഞു കൊടുക്കുന്നിടത്ത് ഒപ്പിടുന്നു, പോകുന്നു, വിശ്രമിക്കുന്നു. ഇത് മാത്രം തന്നെയാണ്. പിന്നെ മുഖ്യമന്ത്രിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിലോ അദ്ദേഹത്തിനും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പറയുന്നത് കുറ്റം മൊത്തവും ഇവിടെ ജനങ്ങൾക്കാണ്. അതായത് ചൂട് കൂടുന്നു, നിങ്ങളൊക്കെ AC അധികമായി ഉപയോഗിക്കുന്നു, ഫാൻ അധികമായി ഉപയോഗിക്കുന്നു, കറണ്ട് അധികമായി ഉപയോഗിക്കുന്നു, അതുകൊണ്ട് കറണ്ട് ഇപ്പോൾ തൽക്കാലം തരാനില്ല എന്ന മട്ടാണ്. കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ ഇലക്ട്രിസിറ്റി KSEBയുടെ ഉന്നതതല യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. ആ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞങ്ങോട്ട് നാവ് വായിക്കകത്തോട്ട് ഇട്ട് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ യോഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി പുറത്തേക്ക് ഇറങ്ങിയില്ല. ദാ കിടക്കുന്ന ലോഡ് ഷെഡിങ് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ഒട്ടുമിക്ക ഇടങ്ങളിലും ലോഡ് ഷെഡിങ് ആണ്. ഇന്ന് രാവിലെയും ഇതാ കറണ്ട് പോയിരിക്കും. പവർ കട്ട് ഇല്ലാത്ത 10 വർഷം കൊട്ടി ആഘോഷിക്കാൻ സർക്കാർ വരട്ടെ. ഇപ്പോൾ പവർ കട്ട് അല്ല, അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ആണ് ഉള്ളത്. അതെ, പഴയ പവർ കട്ടിന്റെ പുതിയ രൂപം, പേര് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് എന്ന് മാത്രം. കേരളത്തിലെ വീടുകളിൽ രാത്രി സമയങ്ങളിൽ 15 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയാണ് നിലവിൽ കറണ്ട് കട്ട് ഉണ്ടാകുന്നത്. എന്നാൽ 1 മണിക്കൂറല്ല, 4-5 മണിക്കൂർ വരെ കറണ്ട് കട്ടാണ് കഴിഞ്ഞ ദിവസം രാത്രി അനുഭവപ്പെട്ടത്. ചൂട് കൂടിയപ്പോൾ KSEBക്കും കൺട്രോൾ പോയ സ്ഥിതിയാണ് ഉള്ളത്. അമിതമായി AC ഉപയോഗിക്കുന്നത് കാരണം ട്രാൻസ്ഫോമറുകൾക്ക് താങ്ങാവുന്നതിലും അപ്പുറം ലോഡ് വരുന്നു. അതിനാൽ ഫ്യൂസ് പോകുകയോ ട്രിപ്പ് ആവുകയോ ചെയ്യുന്നു. ഇത് അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിലേക്ക് നയിക്കുന്നു എന്നാണ് പവർ കട്ട് ഇല്ല എന്ന മുദ്രാവാക്യം വിളിക്കുന്ന, പവർ കട്ട് ഇല്ല എന്ന വീമ്പ് പറയുന്ന KSEBയുടെ പക്ഷം. ഈ ന്യായം പറയാൻ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചോളൂ ഈ ന്യായങ്ങളൊക്കെ തന്നെ. പിന്നെ എന്തിനാണ് KSEB എഞ്ചിനീയർമാരെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ കഴിവുള്ള ആൾക്കാരെയൊക്കെ PSC വഴി തിരഞ്ഞെടുക്കുന്നത്? എന്തിനാണ് സർക്കാർ ശമ്പളം വാങ്ങി ഇവരെയൊക്കെ തീറ്റിപ്പോരുന്നത്? എന്തിനാണ്? ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭാവിയിൽ ഇനിയും ചൂട് കൂടും, വരും ദിവസങ്ങളിൽ വരും മാസങ്ങൾ ചൂട് കൂടും. മാത്രമല്ല ഇപ്പോഴിതാ വേനൽ അവധി തുടങ്ങിയ സമയം കൂടിയാണ്. അപ്പോൾ കുട്ടികളും ഒക്കെ വീട്ടിലുണ്ട്. കുട്ടികൾക്കൊക്കെ തന്നെ ഈ സൺബേൺ ഒക്കെ തന്നെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കുട്ടികളെ പുറത്തിറക്കാതെ അകത്ത് തന്നെ ഇരുത്തുകയാണെങ്കിൽ അവരെ TV കാണിപ്പിക്കണം, അല്ലെങ്കിൽ അവരെ ഫാനിട്ട് ഇരുത്താൻ പറ്റുകയുള്ളൂ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ആർക്കായിരുന്നാലും ഫാനിന്റെ കീഴിലെ ഒരു 5 മിനിറ്റ് എങ്കിലും ഫാൻ ഇല്ലാതെ ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. തൃശ്ശൂരും പാലക്കാടും കൊല്ലത്തെയും കാര്യം പിന്നെ പറയേണ്ടതേ ഇല്ല എന്നുള്ളതാണ്. എന്നിട്ടും മലയോര മേഖലകളിൽ കഴിഞ്ഞ ദിവസം ശക്തമായ മഴ ലഭിച്ചിരുന്നു. എന്നായെങ്കിലും ഒരു തണുപ്പുണ്ടാകുമെന്ന് കരുതിയെങ്കിലും അതും ഉണ്ടായില്ല. കറണ്ട് പോവുകയാണ് ഉണ്ടായത്. ഉറങ്ങാതെ തെലങ്ങും വിലങ്ങും ഓടി നടക്കുന്ന ജനങ്ങളെയാണ് കഴിഞ്ഞ ദിവസം രാത്രി എമ്പാടും കാണാൻ സാധിച്ചത്. ഇപ്പോൾ കടലിന്റെ അടുത്തായിട്ടൊക്കെ തന്നെ പലരും അന്ന് കിടന്നുറങ്ങുന്ന ദൃശ്യങ്ങളും ഒക്കെ തന്നെ കാണുന്നുണ്ട്. പവർ കട്ട് എന്ന പേര് മാറ്റാൻ KSEB കണ്ടുപിടിച്ച പുതിയ ന്യായമാണ് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കുറ്റം ആരുടെ തലയിൽ വരും? അതായത് ജനങ്ങളുടെ തലയിൽ, ഉപഭോക്താക്കളുടെ തലയിൽ വരുന്ന രീതിയിൽ തന്നെയാണ് ഈ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ പരിഹാസമാണ്, തന്തയ്ക്ക് വിളിയാണ്, രൂക്ഷമായ ഭാഷയിൽ തെറിവിളിയാണ്. എന്നിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പ്രതിപക്ഷവും ഇതേ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ലോഡ് ഷെഡിംഗ് ഇല്ല, കറണ്ട് പോകുന്നുണ്ടെന്ന് മാത്രം. ലോഡ് ഷെഡിംഗ് അല്ല, ഇത് വെറും ലോഡ് റെസ്ട്രിക്ഷൻ മാത്രമാണ്. വോട്ട് കഴിഞ്ഞു, ഇനി ഇരുട്ടാവാം തുടങ്ങിയ ട്രോളുകളാണ് സർക്കാരിനെതിരെ ഉയരുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് കൊണ്ട് സർക്കാരും രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇനിയും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നല്ല, ഉണ്ടാകും എന്ന് തന്നെ ഉറപ്പു പറയുകയാണ്. അതുകൊണ്ട് വൈദ്യുത ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി പല ബോധവൽക്കരണം ജനങ്ങൾക്ക് നൽകുകയാണ്. ആ ബോധവൽക്കരണം നൽകുന്ന സമയം കൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ബോധവാന്മാരായി നിങ്ങൾ തന്നെ ബുദ്ധി
കണ്ടുപിടിച്ച്, നിങ്ങൾ തന്നെ പല വഴികളും കണ്ടുപിടിച്ച് നിങ്ങൾ തന്നെ അത് പ്രാവർത്തിയത്തിൽ കൊണ്ടുവരുമെന്നുള്ള, അല്ലെങ്കിൽ അത് ഉപയോഗിക്കൂ എന്നുള്ളതേ ജനങ്ങൾക്ക് പറയാനുള്ളൂ. അല്ലാതെ ഈ പുകഞ്ഞ് വെന്തുരുകി നിൽക്കുന്ന ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ചെന്നാൽ തെറിവിളി മാത്രമല്ല അടിയും കൊടുത്ത് ജനം പറഞ്ഞു വിടുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാത്രികാലങ്ങളിൽ AC ഉപയോഗം വർദ്ധിക്കുന്നത് ട്രാൻസ്ഫോമറുകൾക്ക് അമിതഭാരം ഉണ്ടാക്കുകയും പലയിടങ്ങളിലും അപ്രതീക്ഷിത വൈദ്യുത തടസ്സത്തിന് കാരണമാവുകയും ചെയ്യുന്നു. പ്രധാനമായും രാത്രി 6 മുതൽ 11 വരെയുള്ള സമയത്തെ ഉപയോഗം നിയന്ത്രിക്കാനാണ് KCBയുടെ നിർദ്ദേശം. സംസ്ഥാനത്ത് വേനൽ ചൂട് റെക്കോർഡുകൾ ഭേദിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ ദുരിതം ഇരട്ടിയാക്കിയാണ് KCBയുടെ ഈ അപ്രഖ്യാപിത പവർ കട്ട് എന്ന് പറയുന്നത്. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന് വൈദ്യുത മന്ത്രിയും അധികൃതരും ആവർത്തിക്കുമ്പോഴും പീക്ക് സമയങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട് എന്ന് സംബന്ധിച്ച് KCB ഉദ്യോഗസ്ഥർ പറയുകയാണ്. പാലക്കാട് നെന്മാറ KCB ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് ഒരു ദിവസം കൊണ്ട് 2 തവണ വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. അർദ്ധരാത്രിയിൽ തുടർച്ചയായി വൈദ്യുത മുടങ്ങിയതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നെന്മാറ KCB ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധത്തിനിടെയാണ് ഈ വെളിപ്പെടുത്തൽ ഉണ്ടായത്. ഇന്നലെ രാത്രി 12:30 വൈദ്യുതി മുടങ്ങിയതോടുകൂടിയാണ് പ്രതിഷേധക്കാർ ഓഫീസിലേക്ക് എത്തിയത്. ആദ്യം നിയന്ത്രണങ്ങളെ കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്ന ഉദ്യോഗസ്ഥർ പിന്നീട് പ്രതിഷേധം ശക്തമായതോടുകൂടി ലോഡ് ഷെഡിംഗ് ഉണ്ട് എന്നും അത് നടപ്പിലാക്കാൻ തങ്ങൾക്ക് നിർദ്ദേശമുണ്ട് എന്നും സമ്മതിക്കുകയായിരുന്നു. നിലവിൽ സംസ്ഥാനത്ത് 200 മെഗാവാട്ടിന്റെ വൈദ്യുത കുറവുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. പവർ പോർട്ടലുകളിൽ നിന്ന് ആവശ്യമായ വൈദ്യുതി ലഭ്യമാക്കാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. രാത്രി 10 മണി മുതൽ പുലർച്ചെ വരെയുള്ള സമയങ്ങളിലാണ് കൂടുതലായും അപ്രഖ്യാപിത പവർ കട്ട് അനുഭവപ്പെടുന്നത്. കൊടും ചൂടിൽ രാത്രികാലങ്ങളിൽ വൈദ്യുതി മുടങ്ങുന്നത് സാധാരണക്കാരായ ജനങ്ങളെ വലിയ തോതിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സാഹചര്യത്തിൽ ഉപഭോഗം എങ്ങനെയെല്ലാം കുറയ്ക്കാം? ഇനി നമ്മുടെ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് നല്ലൊരു പ്രവൃത്തി വേണമല്ലോ. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. AC-യുടെ താപനില 24-26 ഡിഗ്രിയിൽ ക്രമീകരിക്കുക. AC 18 ഡിഗ്രിയിൽ ഇട്ടാൽ മുറി പെട്ടെന്ന് തണുക്കില്ല എന്നുള്ളതാണ്. പകരം കംപ്രസർ കൂടുതൽ സമയം പ്രവർത്തിച്ച വലിയ രീതിയിൽ വൈദ്യുതി നഷ്ടമാകുകയേ ഉള്ളൂ. 24 അല്ലെങ്കിൽ 26 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യുന്നത് വൈദ്യുതി ലാഭിക്കാൻ സഹായിക്കും. പീക്ക് അവറിലെ നിയന്ത്രണം വൈകുന്നേരം 6 മുതൽ 11 വരെ വാഷിംഗ് മെഷീൻ, മിക്സി, ഇലക്ട്രോണിക് മോട്ടോഴ്സ്, അതുപോലെ തന്നെ ഇലക്ട്രിക് അയൺ തുടങ്ങിയ ഉയർന്ന വൈദ്യുതി ആവശ്യമുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അനാവശ്യ ലൈറ്റുകൾ ഓഫ് ചെയ്യുക. ആവശ്യമില്ലാത്ത ലൈറ്റുകളും ഫാനുകളും ഓഫ് ചെയ്യുന്നത് ഒരു ശീലമാക്കുക. പീക്ക് സമയത്ത് വീടിന് പുറത്തെ ലൈറ്റുകൾ ഒഴിവാക്കുന്നത് വലിയ മാറ്റം ഉണ്ടാക്കും. വിദഗ്ധർ അഭിപ്രായപ്പെടുന്നതാണ്. പ്രായോഗികമായ മാറ്റങ്ങൾ എന്തൊക്കെ നോക്കാം. ഊർജ്ജ സംരക്ഷണം രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന ചില എളുപ്പ വഴികൾ ഇവയാണ്. എയർ ഫിൽട്ടറുകൾ വൃത്തിയാക്കുക. AC-യുടെ കൂളറിന്റെയും ഫിൽട്ടറുകളിൽ പൊടി അടഞ്ഞു കിടക്കുന്നത് അവയുടെ പ്രവർത്തനക്ഷമത കുറയ്ക്കുകയും കൂടുതൽ വൈദ്യുതി വലിച്ചെടുക്കാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അവ വൃത്തിയാക്കുക. സീലിംഗ് ഫാനിന്റെ ഉപയോഗം AC-ക്കൊപ്പം കുറഞ്ഞ സ്പീഡിൽ ഫാൻ കൂട്ടി പ്രവർത്തിക്കുന്നത് തണുത്ത വായു മുറിയിൽ എല്ലായിടത്തും എത്താൻ സഹായിക്കും. ഇത് AC-യുടെ ജോലിഭാരം കുറയ്ക്കും. നക്ഷത്ര പൊലിമയുള്ള ഉപകരണങ്ങൾ പഴയ ഫാനുകൾക്കും ബൾബുകൾക്കും പകരം BEE സ്റ്റാർ റേറ്റിംഗ് ഉള്ള LED ബൾബുകളും BLDC ഫാനുകളും ഉപയോഗിക്കുന്നത് 50% വരെ വൈദ്യുതി ലാഭിക്കാൻ സാധിക്കും. പ്രകൃതിദത്തമായ തണുപ്പിൽ പകൽ സമയത്ത് ജനലുകളും കർട്ടനുകളും അടച്ചിടുന്നത് പുറത്തെ ചൂട് അകത്തേക്ക് കയറുന്നത് തടയും. എന്നാൽ രാത്രിയിൽ ജനലുകൾ തുറന്നിടുന്നത് വായു സഞ്ചാരം വർദ്ധിപ്പിക്കും. സോളാർ എന്ന ബദൽ മാർഗം വൈദ്യുതി ബില്ല് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണ് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നത്. പകൽ സമയത്തെ വൈദ്യുതി ഉപയോഗം ഇതിലൂടെ പൂർണ്ണമായും സൗജന്യമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഘട്ടത്തിലാണ് ഇനി സോളാർ തട്ടിപ്പുകൾ കൂടുതലായി നമ്മുടെ ഇടയിലേക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇൻസ്റ്റഗ്രാമിലൊക്കെ തന്നെ ഇതെല്ലാം AC-യും ഫാനും മിക്സിയും ഇതെല്ലാം ഉപയോഗിച്ചിട്ടും കറണ്ട് ബില്ല് 100 രൂപ 200 രൂപ മാത്രമേ വരുന്നുള്ളൂ എന്നുള്ള ബില്ലുകളെല്ലാം കാണിച്ച് സോളാറിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോളാർ നല്ലതാണ്. നല്ല രീതിയിൽ കൃത്യമായി പഠിച്ച വിശ്വസ്തരായിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം ഇത്തരത്തിലുള്ള സോളാർ പാനലുകൾ വീട്ടിൽ ഘടിപ്പിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടുന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു ശക്തമായ തെറിവിളികളുടെ പൂരപ്പറമ്പാണ് പിണറായി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ഷൻ കഴിഞ്ഞത് നന്നായി. അതുകൊണ്ട് പിണറായി ജീവിച്ച് എങ്കിലും പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല.